ഉഴ്സുല എന്നായിരുന്നു അവളുടെ പേര്. പരിശുദ്ധ മറിയത്തിന്റെ കൈകളിലെ ഉണ്ണിയേശുവിന്റെ ചിത്രങ്ങൾ എന്നും അവളെ ഹരം കൊള്ളിച്ചിരുന്നു. ഉണ്ണിയേശു അവളോടൊപ്പം കളിക്കാനും സംസാരിക്കാനുമൊക്കെ നേരിട്ട് വരുമായിരുന്നു എന്ന് അവൾ തന്റെ ഡയറിയിൽ വിവരിച്ചിട്ടുണ്ട്. കൗമാരപ്രായത്തിലെത്തിയപ്പോൾ കുരിശു വഹിക്കുന്ന യേശുവിന്റെ ദർശനം അവനുവേണ്ടി മാത്രം ജീവിക്കാനും അവന്റെ കുരിശിൽ പങ്കാളിയാകുവാനുമുള്ള തീക്ഷ്ണമായ ആഗ്രഹം അവളിൽ ജ്വലിപ്പിച്ചു. 17-ാം വയസ്സിൽ അവൾക്ക് വിവാഹ ആലോചനകൾ ആരംഭിച്ചു. എന്നാൽ അതീവ സുന്ദരിയായിരുന്ന അവൾക്ക് തനിക്കായി നിശ്ചയിച്ചുറപ്പിച്ച മണവാളന്റെ കുരിശും മുറിവുകളും സാന്നിധ്യവും ലഹരിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ 19-ാം വയസ്സിൽ യേശുവിന്റെ തിരുമുറിവുകളോടുള്ള അതീവ ഭക്തിയാൽ വെറോനിക്ക എന്ന നാമം സ്വീകരിച്ച് അവൾ ക്ലാരമഠത്തിൽ പ്രവേശിച്ചു. യേശുവിന്റെ കുരിശും മുറിവുകളും തനിക്കും വേണമെന്ന് വാശിപിടിച്ച അവൾക്കു മുൻപിൽ 1694 ഈസ്റ്റർ ഞായറാഴ്ച തന്റെ അമ്മയ്ക്കൊപ്പം യേശു പ്രത്യക്ഷനാകുകയും പരിശുദ്ധ മറിയം വെറോനിക്കയുടെ വലതുകരം കർത്താവിന്റെ കരത്തിൽ ചേർത്തു പിടിക്കുകയും ലീമായിലെ വിശുദ്ധ റോസിന്റെയും സീനായിലെ വിശുദ്ധ കാതറിന്റെയും സാന്നിധ്യത്തിൽ കർത്താവ് അവളുടെ വിരലിൽ തന്റെ മോതിരം അണിയിക്കുകയും അവളെ തന്റെ മണവാട്ടിയായി മുദ്രവെക്കുകയുമുണ്ടായി. തന്റെ മണവാളന്റെ മുറിവുകളിൽ പങ്കുചേരാനും അവന്റെ ഹൃദയത്തിലെ മനുഷ്യരെപ്രതിയുള്ള വേദന ഏറ്റെടുക്കുവാനുമുള്ള അവളുടെ പിടിവാശിക്കു മുൻപിൽ വഴങ്ങി തന്റെ 5 തിരുമുറിവുകളും പ്രത്യേകമായി കുന്തത്താൽ തുളയ്ക്കപ്പെട്ട തന്റെ തിരുഹൃദയത്തിലെ മുറിവും കർത്താവ് അവൾക്ക് കാണിച്ചുകൊടുത്തു. ആ മുറിവുകൾ അവൾ സ്വശരീരത്തിൽ അനുഭവിക്കുകയും ചെയ്തു. തന്റെ മിസ്റ്റിക് അനുഭവങ്ങളെല്ലാം പരിശുദ്ധ മറിയം അവളെ കൈപിടിച്ചെഴുതിക്കുകയും 20,000 പേജുകളടങ്ങിയ ആ ഡയറി അവളുടെ അനുഭവങ്ങളുടെ ആധികാരിക സ്രോതസ്സായി നിലകൊള്ളുകയും ചെയ്യുന്നു. തന്റെ മകന്റെ മണവാട്ടിയായി സഹനങ്ങളുടെ വർണ്ണ്യാതീതമായ ചൂളയിൽ ഉരുകിയ വിശുദ്ധ വെറോനിക്ക ജൂലിയാനിയെ എന്റെ ഹൃദയത്തിന്റെ ഹൃദയം എന്നാണ് പരിശുദ്ധയമ്മ വിശേഷിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ വെറോനിക്ക ജൂലിയാനിയുടെ ഡയറി വായിച്ച വിശുദ്ധ പിയൂസ് 9-ാമൻ പാപ്പ പറഞ്ഞു, അവൾ വെറും വിശുദ്ധയല്ല, മഹാവിശുദ്ധയാണ്.